കണ്ടിട്ട്. കാരണം ഇവിടെ വന്നിട്ട് അമ്മ ഈ പച്ചമീനും പച്ചയിറച്ചിയൊക്കെ മാത്രം കഴിച്ചാൽ നമുക്ക് മതിയായി. അപ്പോൾ പറഞ്ഞ് മനുഷ്യർ കഴിക്കുന്ന ഒരു സാധനം ഇല്ലടെ ഇവിടെ എന്ന് ചോദിച്ചാൽ ശരി, എന്നാൽ മനുഷ്യർ കഴിക്കുന്നത് കാണിക്കാം. മോർണിംഗ്. ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമാണ്. അപ്പം ഞാനും അമ്മയായിട്ടേ ഇവിടെ അടുത്തൊരു ശ്രീലങ്കൻ ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. കുറേ അമ്മമാരൊക്കെ കൂടി ചേർന്ന് ഒരു ടേക്ക് അവേ പോലത്തെ ഒരു സ്ഥലമാണ്. ടേക്ക് അവേ പോലെ നടത്തുന്നൊരു സംഭവമാണ്. അപ്പം അമ്മക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്പേസ് കൊണ്ടേ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അമ്മനെ കാണിച്ചു കൊടുക്കാനും, പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വടയും ചായയും ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ വടയും ചായയും മേടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട്, കാരണം ഇവിടെ വന്നിട്ട് അമ്മ ഈ പച്ചമീനും പച്ചയിറച്ചിയൊക്കെ മാത്രം കഴിച്ചാൽ നമുക്ക് മതിയായി. അപ്പോൾ പറഞ്ഞ് മനുഷ്യർ കഴിക്കുന്ന ഒരു സാധനം ഇല്ലടെ ഇവിടെ എന്ന് ചോദിച്ചാൽ ശരി, എന്നാൽ മനുഷ്യർ കഴിക്കുന്നത് കാണിക്കാം. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് നാട്ടിലെ ഫുഡ് തന്നെ ഇവിടെ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അമ്മയൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അമ്മ ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ബാഗ് എടുത്തതാ. ഈ നേരെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അവരവിടെ നിൽപ്പുണ്ട്. ഇതാണ് കട. മുഖത്ത് ചിരിയൊക്കെ ഉണ്ട്, സമാധാനത്തിന്റെ വെള്ളച്ചിരി. കേറിക്കോ കേറിക്കോ. കണ്ടിട്ട് മനസ്സിന് സമാധാനം ഉണ്ടാ? മണടിച്ചിട്ട് തോന്നി ഒരു സന്തോഷമുണ്ട്. മനസ്സിന് സന്തോഷമുണ്ടോ? മനസ്സിൽ സന്തോഷമുള്ള ചെയ്യുന്നതല്ല യാന്ത്രികമായിരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം. ലിവറാണോ? ലിവറാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറേ സായിമാർ വന്നിട്ടേ ഏതാണ് ആ റോളില്ലേ അതും പിന്നെ താഴത്തുള്ള കട്ട്ലേറ്റ് പോലെ ചെയ്യുന്നില്ല, അതൊക്കെ സ്ഥിരം മേടിച്ചിട്ട് പോകുന്നതാണ്. ലാസ്റ്റ് അതാ ഞാൻ ചോദിച്ചത്. അത് മഞ്ഞ വഴുതനങ്ങളതുകൊണ്ടാണ് സാധാ കൂട്ട് കൊണ്ടാണ് മുട്ട മീൻ കറികൾ മിക്സ് ചെയ്തത് എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടമരി ആയിക്കോളൂ. എനിക്കിഷ്ടമല്ല അവിടെ വാങ്ങിച്ചാൽ പിന്നെ എങ്ങനെയുണ്ട്? സമാധാനായ? സമാധാനായി.
ഇതാണ് നമ്മുടെ പ്ലാൻ. അമ്മ ഇങ്ങനെ നമ്മൾ മാക്സിമം കൊതിപ്പിച്ച് അവസാനം ചായ എങ്ങനെയുണ്ട്? അല്ലടാ ഓ സമാധാനമായിട്ടായി. എൻ്റെ മുരിപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ബൈറ്റ് തരുമോ? നമ്മുടെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാല് രാവിലെ തന്നെ ചായ മട കഴിച്ചപ്പോ സമാധാനം. അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നു? വടയും ഇതും കഴിച്ചു. വടയും ചായയും കുടിച്ചു. അതിനുശേഷം ഇന്ത്യൻ ഫുഡ് കിട്ടിയില്ല എന്നുള്ള പ്രശ്നം നമ്മൾ ഇന്നത്തോടെ തീരുകയാണ്. നമ്മളിപ്പോ പോകുന്നത് ദോശ കമ്പനി. ദോശ കമ്പനി തന്നെ സ്ഥലമുണ്ട് ഇവിടെ. നല്ല നല്ല ദോശയാണ് അവിടെ. അപ്പോൾ ദോശയും പൂരി. മുഖണ്ട അതെ, പട്ടി തിന്നതൊക്കെ മനുഷ്യരും തിന്നു. മല്ലിയില്ലേ? ഇത് നമ്മൾ ഹിൽസിൽ കണ്ട സാധനം. അതെടുത്ത് മണത്ത് നോക്കിയേക്കാം. പിന്നെ അത്രയും പൊന്തിയൊന്നും മൂത്രയിക്കൂല. മുഖം കണ്ടേ. അങ്ങനെ അന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി നേരെ നിങ്ങൾ കണ്ടതുപോലെ ഞങ്ങൾ ആ ശ്രീലങ്കൻ ടേക്ക് അവേ സ്ഥലത്ത് പോയി ആ ചായയും ആ വടയും കഴിച്ചതിന് ശേഷം നേരെ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഇന്ത്യൻ കടയിലോട്ടാണ് വന്നത്. അവിടെ ഒരു നല്ല ദോശയും നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെ, ദോശ കമ്പനി എന്നാണ് ആ കടയുടെ പേര്. ആ റെസ്റ്റോറൻറ്റിൽ വന്നതിന് ശേഷം ഞങ്ങൾ നല്ലൊരു നെയ് റോസ്റ്റും നല്ല ക്രിസ്പി നെയ് റോസ്റ്റും പൂരിയും പൊട്ടേറ്റോ കറിയും നല്ലൊരു ഫിൽറ്റർ കോഫിയും കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്മ നല്ല ഹാപ്പി ആയിരുന്നു അന്ന്. കാരണം കുറേ ദിവസങ്ങളായി ഞങ്ങൾ പുറത്ത് ലണ്ടൻ ചുറ്റാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ ഇവിടുത്തെ ഭക്ഷണങ്ങളാണ് ട്രൈ ചെയ്തത്. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴെങ്കിലും നമുക്ക് ഇവിടുത്തെ ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഒരുപാട് അടിപൊളി ലണ്ടൻ വീഡിയോസുമായിട്ട് ഞാനും അമ്മയും ഇനിയും നിങ്ങളെ കാണാൻ വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ബൈ.